ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ ഒരു ഡെസ്ക് മേക്ക് ഓവറാണ് കാണാൻ പോകുന്നത്. ആക്ച്വലി ഇതാ പുറത്ത് പോകാൻ നിൽക്കായിരുന്നു, അപ്പോഴാണ് ഈ ബോക്സ് വന്നത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു വൈറ്റ് ടേബിളാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിന് ഹെൽപ്പായിട്ട് എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പോയി മോമോസും ചായയും ഒക്കെ കുടിച്ചു. പിന്നെ ഇനിയുള്ള ക്ലിപ്സൊക്കെ പിറ്റേ ദിവസത്താണ്. ഇതും മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബോക്സായിരുന്നു. ഇത് ആക്ച്വലി ഒരു പെൻ ഹോൾഡറാണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാദ്യം കണ്ടപ്പോൾ ഒരു യെല്ലോയിഷ് കളർ തോന്നിയെങ്കിലും ഇത് ശരിക്കും ഓഫ് വൈറ്റ് ആണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് സാധനമാണ്. പിന്നെ അതാ ഇങ്ങനെയായിരുന്നു ഞാൻ കുറച്ച് ദിവസം എൻ്റെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതായി കോർണറിലായിട്ടായിരുന്നു ബുക്ക് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ബുക്ക് കുറച്ചുകൂടി സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബുക്ക് ആർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അൺബോക്സ് ചെയ്യാം. ഇതിന് ആക്ച്വലി ഞാൻ കുറച്ചുകൂടി വീതി പ്രതീക്ഷിച്ചിരുന്നു. കാരണം എൻ്റെ കയ്യിൽ സ്പൈറൽ ടെക്സ്റ്റ് ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഇതിൽ ഫിറ്റ് ആകുന്നുണ്ടായിരുന്നില്ല. അത്ര വീതിയൊന്നും ഇതിനില്ല. പക്ഷെ എനിക്ക് യൂസ്ഫുള്ളാണ് ഈ സാധനം. അതുകൊണ്ട് ഞാൻ ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മൂലയിലുള്ള ബുക്സൊക്കെ ഇതിലേക്ക് മാറ്റാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ സ്പൈറൽ വലിയ ടെക്സ്റ്റ് ബുക്സ് ഒന്നും ഇതിൽ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ വെച്ചു. പിന്നെ ഞാനിത് കുറച്ച് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കോർണർ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഡെസ്ക് കുറച്ച് അടുപ്പിച്ചിടാം. ഞാൻ ഈ ഭാഗത്തേക്കാക്കി വെക്കാണ്ടായിരുന്ന കാരണം എന്താ വെച്ചാൽ കുറച്ച് വെളിച്ചം കിട്ടിയിരുന്നു അവിടേക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട, അതൊരു രസമല്ലാന്ന്. അങ്ങനെ ടേബിൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡെസ്കിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അവസാനം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ ഒരു കോർണറും അടിച്ചു വാരി ക്ലീൻ ചെയ്യാണ്. ഇവിടെയാണ് ബുക്ക് ആർട്ട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ബുക്ക് ആർട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ അതിലുള്ള ബുക്ക് പിന്നെ ഈ ഡെസ്കിൻ്റെ താഴോട്ടേക്ക് മാറ്റുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഇത് മാറ്റിയിട്ടുള്ള ഔട്ട്ലുക്കാണ് ഇങ്ങനെ. കാരണം അതിൽ വെച്ചിട്ടൊരു പ്രോപ്പറായിട്ട് തോന്നിയില്ല. ഇപ്പം കുറച്ചുകൂടി വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതായത് പിറ്റേത്തെ ദിവസമാണ്. ഇത് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 54 വാൾ പോസ്റ്റേഴ്സാണുള്ളത്.
അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വാൾ പോസ്റ്റേഴ്സ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഒരു ഗ്രിഡാണ്. ഇതും മീഷോന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ കുറച്ചുകൂടി വലുപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര വലുപ്പമല്ല. മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് 3-4 ക്ലിപ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ക്ലിപ്സ് ഒട്ടും കൊള്ളിട്ടില്ല. ആദ്യം തന്നെ ഞാൻ ഒന്ന് അമർത്തിയപ്പം തന്നെ അത് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ ക്ലിപ്സ് ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വാൾ പോസ്റ്റേഴ്സ് ഇവിടെ ആയിട്ട് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ലേഔട്ട്സൊക്കെ എങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട്, എങ്ങനെ ഒട്ടിക്കണം എന്ന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഡ്രോപ്സ് ആണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതാകുമ്പോൾ പെയിൻറ്റ് പോരൂല, നമ്മൾ പിന്നെ പറക്കി നേരം. അപ്പോൾ അത് പോസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഫൈനലായിട്ട് ഇങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ചുമരും ഡെസ്കും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് തോന്നിയുകൊണ്ട് മുകളിലൊട്ടിച്ച റോ എടുത്ത് ഞാൻ പിന്നെ താഴോട്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അതുപോലെ ഈ ഗ്രിഡ് ഈ ഒരു പോർഷനിലായിട്ടാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഹുക്ക് വാങ്ങിയിട്ടില്ല, അപ്പോൾ അത് വാങ്ങണം. അത് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ ഈ പോസ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യണം വിചാരിക്കുന്നത് അതിമേൽ. ഇനിയിപ്പോൾ അതാ ഹുക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യം മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിന് ശേഷമാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഒരു ഹുക്ക് എക്സ്ട്രാ വെക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ഹെഡ്ഫോൺ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ദാ ഇതുപോലെ ചെറിയ ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതും ഒന്ന് ഹാങ് ചെയ്യാണ്. ഹാങ് ചെയ്യല്ല, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഗ്ലൂ ഡ്രോപ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതിൽ ഇനിയും കുറേ ആഡ് ചെയ്യണമെന്നുണ്ട്. ഫെയറി ലൈറ്റ് ആഡ് ചെയ്യണം, അതേപോലെ ഷെൽഫ്സ് ആഡ് ചെയ്യണം, പിന്നെ ക്രീപ്പേഴ്സ് ആഡ് ചെയ്യണം, അതേപോലെ ചെയർ വാങ്ങണം. അങ്ങനെ കുറേ കാര്യങ്ങൾ വാങ്ങണമെന്നുണ്ട്. പക്ഷേ ആദ്യം ഉണ്ടായിരുന്നതിലും ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ റൂം മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതിയെ പതിയെ ഓരോന്നും വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.